My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ യൂട്യൂബ് പരമ്പരയുടെ 144-ാമത്തെ എപ്പിസോഡിൽ നക്സോമിക്ക എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. നക്സിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട സാധാരണ പല ടെക്സ്റ്റുകളിലും കാണാത്ത നിരവധി അറിവുകൾ ഈ ഭാഗത്ത് കെന്റ് തരുന്നുണ്ട്. നമുക്ക് അവയെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ശ്രമിക്കാം. ഫുൾ ഓഫ് ആങ്സൈറ്റി, ഡെസ്പയർ ആൻഡ് ഹൈപ്പോകോൺഡ്രിയാസിസ്. കൊട്ടേഷനിലാണ് ഓവർ സെൻസിറ്റീവ് ടു ഇംപ്രഷൻസ്. ഓൾ ദ സെൻസസ് ആർ ഇൻ ദിസ് കണ്ടീഷൻ. കനോട്ട് ബിയർ റീഡിംഗ് യുവർ കോൺവെർസേഷൻ, ഇറിറ്റബിൾ ആൻഡ് വിഷസ് ടു ബി അലോൺ. ഒരു മാനസികാവസ്ഥ വളരെ ഇന്നേറ്റായിട്ടുള്ള ഒരു വ്യക്തിയുടെ, ഒരു രോഗിയുടെ മാനസികാവസ്ഥയാണ് നക്സിൽ പ്രതിഫലിക്കുന്ന വിധത്തിൽ കെന്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫുൾ ഓഫ് ആങ്സൈറ്റി, അയാൾ നിറയെ ഉത്കണ്ഠകളാണ്, ഉത്കണ്ഠാകുലമായ മനസ്സാണത്. ഡെസ്പെയർ, നിരാശ. ഹൈപ്പോകോൺഡ്രിയാസിസ്, ആരോഗ്യത്തെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠ, ഇല്ലാത്ത രോഗങ്ങളുണ്ടെന്ന് സങ്കല്പിക്കൽ. ഓരോ സംവേദനങ്ങളോടും ഓവർ സെൻസിറ്റിവിറ്റി, നിസ്സാര കാര്യങ്ങൾ, വായനയോട്, കേൾവിയോട്, പ്രകാശത്തോടൊക്കെ ഓവർ സെൻസിറ്റീവാണ്. കനോട്ട് ബിയർ റീഡിങ് യുവർ കോൺവെർസേഷൻ, ഒരു സംഭാഷണം കേട്ടു നിൽക്കാനുള്ള ആ ഒരു ക്ഷമയോ ആ ഒരു അവധാനതയോ ഇല്ല. അതൊക്കെ ഓവർ സെൻസിറ്റീവാണ്, വല്ലാതെ റിയാക്ട് ചെയ്യും. വായന, ഇറിറ്റബിളാണ്. ആൻഡ് വിഷസ് ടു ബി അലോൺ, ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ പുസ്തകം വായിച്ചു തുടങ്ങിയൊരു സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, എന്നെക്കാളൊരു 3-4 വയസ്സിന് മൂത്ത ഒരാൾ, അയാൾക്ക് ഇതേപോലെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, പല ആരോഗ്യ പ്രശ്നങ്ങൾ, തലയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൺസൾട്ട് ചെയ്ത ഡോക്ടർ ജോസഫ് അബ്രഹാം, അദ്ദേഹത്തിൻ്റെ ഞാൻ മരുന്ന് വാങ്ങാൻ പോകുന്ന സമയമായിരുന്നു. ഈ സുഹൃത്തിനെ ഞാൻ കൊണ്ടുപോയി എൻ്റെ ചില നിരീക്ഷണങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ എന്നിട്ട് മരുന്ന് കൊണ്ടുവന്ന് കൊടുത്ത സമയത്ത് അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഒരുമിച്ച് കേസ് കേട്ട് എല്ലാവർക്കും ഒരുമിച്ച് കൊണ്ടുവന്ന് മരുന്ന് കൊടുക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ, ആൾക്കൂട്ടത്തെ ഒരുമിച്ച് നിർത്തിയ. അപ്പോൾ ഈ സുഹൃത്തിന് മരുന്ന് കൊടുക്കുമ്പോൾ പറഞ്ഞു, ആൽബി, ഞാനിത് ആൻറ്റിഡോട്ടായിട്ടാണ് കൊടുക്കുന്നത്. ഇയാൾ കുറേ ചികിത്സകൾ കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ്. ആൻഡ്രോട്ടാണ് കൊടുക്കുന്നത്, പക്ഷേ ഈ ആൻഡ്രോട്ട് കൊണ്ട് തന്നെ ഇയാൾക്ക് വലിയ മാറ്റങ്ങൾ വരും, ആൽബി നോക്കിയോളൂ. അതിനോട് ഇങ്ങനെ പേഴ്സണായിട്ട് പറഞ്ഞു. മരുന്ന് കഴിച്ചു. അപ്പോൾ തന്നെ ഞങ്ങളൊക്കെ മുന്നിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. പിന്നീട് 4-ാം ദിവസം ഞങ്ങൾ വീണ്ടും കാണാൻ പോയപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ എടുത്തു ചോദിച്ചു. അതിലൊന്ന് ഈ ഹൈപ്പോകോൺഡ്രിയാസിസ് ആയിരുന്നു. ആ പ്രശ്നം മാറിപ്പോയി. അയാളെ വല്ലാതെ അലട്ടിയതിന് പ്രശ്നമാണ്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു പ്രശ്നം അയാൾക്കപ്പോൾ ഇല്ല. അപ്പോൾ നക്സിൽ അത് വളരെ പ്രൊവൻ്റായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നീടൊരു 2-3 മാസത്തെ ചികിത്സ കൊണ്ട് അയാളുടെ പല പ്രശ്നങ്ങളും മാറിപ്പോയി, സുഖപ്പെട്ടു. എവരിബഡി ഡിസ്പ്ലീസസ് ഓർ ഡസ് സംതിങ് ടു അനോയ് ഹിം. എല്ലാവരും ഇയാളെ ഡിസ്പ്ലീസ് ചെയ്യുക, ഇയാളുടെ എന്താ പറയുക, അനിഷ്ടമുണ്ടാക്കുക ചെയ്യുന്നത്. ഏതുതരം ആളുകളും ഇയാളെ അനിഷ്ടം ഉണ്ടാക്കുന്നു. ഇപ്പോൾ ആരോടും യോജിക്കാത്തൊരവസ്ഥ. ഓർ ഡു സംതിങ് ടു അനോയ് ഹിം, അയാളെ ശല്യപ്പെടുത്തുക, അസഹ്യപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ഓവർ സെൻസിറ്റിവിറ്റിയുടെ ഒരു ഭയങ്കര നെഗറ്റീവായിട്ടുള്ള അവസ്ഥയാണ് അയാൾക്കുള്ളത്. എവരിബഡി ദാറ്റ് അറ്റംപ്റ്റ് ടു സൂത്ത് ഓൺലി ആങ്കേഴ്സ്. അയാളെ ഒന്ന് ശമിപ്പിക്കാൻ, അയാൾക്കൊരു ആശ്വാസം കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് അയാളെ ദേഷ്യം പിടിപ്പിക്കും. അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥ. ഹി ഡ്രെഡ്സ് ദ ബിസിനസ് അഫയേഴ്സ് ഓഫ് ദ ഡേ. അയാൾ അയാൾ പ്രവൃത്തി സമയത്ത് ചെയ്യേണ്ട അയാളുടെ കാര്യങ്ങൾ അയാളെ അസഹ്യപ്പെടുന്നു, അയാളെ ശല്യപ്പെടുത്തുന്നു. അതുപോലും ചെയ്യാക്ക് മനസ്സില്ല. ഹി ഡ്രെഡ്സ്, അയാളെ ഭയപ്പെടുന്നു, അവിടെ കോൺഫിഡൻസ് ഇല്ല. ഫൈനലി ദിസ് സ്റ്റേറ്റ് കംസ് ഓൺ. എന്താ അവസ്ഥ? ഹി കോറൽസ്, റിപ്രോച്ചസ്, സ്കോൾസ്, ഇൻസൾട്ട് ഫ്രം ജെലസി മിങ്കിൾഡ് വിത്ത് അൺചേസ്ഡ് എക്സ്പ്രഷൻസ്. സൂൺ ആഫ്റ്റർവേർഡ്സ് ഹൗൾസ് ആൻഡ് വീപ്സ് അലൗഡ്. കണ്ടോ, ഇത്ര വിചിത്രമായിട്ടാണ് അതിനോട് അയാൾ പ്രതികരിക്കുന്നത്. ഇങ്ങനെ ചെയ്യേണ്ട പ്രവർത്തികളോടുള്ള ഒരു അനിഷ്ടവും ഭയവും ഒക്കെ വന്നിട്ട് അയാൾ വഴക്കുണ്ടാക്കുന്നു,
അയാൾ ആത്മനിന്ദ വരുന്നു, ദേഷ്യപ്പെടുന്നു, ചീത്ത പറയുന്നു, അസൂയപ്പെട്ട് അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു, മോശമായ പദപ്രയോഗങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് അയാൾ കടന്ന് കരയുകയും തേങ്ങിക്കരയുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനത്തെ ഒരുതരം ഭ്രാന്തമായൊരു മാനസിക സ്ഥിതി. ഇനി ഇതിൻ്റെ മറ്റൊരു വശം, പേഷ്യൻ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ സെക്ഷലി ബിക്കോസ് ഹീസ് അൺയൂഷ്വലി എൻഡോർഡ് വിത്ത് സെക്ഷൽ ഡിസയേഴ്സ് ആൻഡ് ഹി ഇൻഡൾജസ് അണ്ടിൽ ബ്രോക്കൺ ഡൗൺ. നേരത്തെ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ലഹരികൾ, ലൈംഗികതയും ഒരു ലഹരിയായിട്ട്, ഒരു ജൈവ പ്രവർത്തനം എന്നതിലുപരി അതൊരു ലഹരിയായിട്ട് അതിൽ എക്സസ് വന്നിട്ട് അവസാനം അതിനും ഒരു ബ്രോക്കൺ ഡൗൺ കണ്ടീഷൻ വരുന്നു. എക്സസ് വരുമ്പോൾ ബ്രോക്കൺ ഡൗൺ കണ്ടീഷൻ വരുന്നു. എല്ലാവിധ ലഹരികളും മനുഷ്യന് ആവശ്യമാണ്. ലഹരി, ഏതെങ്കിലും തരത്തിലുള്ള ലഹരി മനുഷ്യ ജീവിതത്തിൽ വേണം. ഏതെങ്കിലും കാര്യങ്ങളിൽ ലഹരി വേണം. പക്ഷേ അതൊരു പരിധി വിടുമ്പോൾ, അതിൻ്റെ അടിമയാകുമ്പോൾ തകരും. അതാണ് ബ്രോക്കൺ ഡൗൺ കണ്ടീഷനിലേക്ക് ഇവിടെയും വരുന്നു. സെക്ഷലി എക്സോസ്റ്റഡ് ഇമ്പോർട്ടൻസ്, അപ്പോൾ ഇമ്പോർട്ടൻസിയിലേക്ക് വരെ എത്തുന്നൊരവസ്ഥ. ഇനിയെന്താ, മെൻ്റൽ എറത്തിസം ബട്ട് റിലാക്സേഷൻ ഓൺ ഇൻട്രോമിഷൻ. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലുള്ള കണ്ടീഷനാണ് പറയുന്നത്. മാനസികമായിട്ട് അയാളുടെ വൈകാരികത വല്ലാതെയുണ്ട്, പക്ഷേ ഒരു ലൈംഗിക പ്രക്രിയ ചെയ്യാൻ അയാൾക്ക് പറ്റില്ല, ഇൻസർഷൻ പറ്റില്ല, ആ ഒരവസ്ഥ. അതാണ് ബ്രോക്കൺ ഡൗൺ കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് എക്സസും കൊണ്ടുണ്ടാകുന്നതാണ്. ഡ്രിവൻ ടു സൂയിസൈഡ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ജീവിതത്തിൽ അയാളുടെ എന്താ പറയുക, ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോലെ തോന്നും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആത്മഹത്യയിൽ അഭയം തേടണം എന്നുള്ള ചിന്ത വരും. നെക്സ്റ്റ് ഈസ് ആൻ ഓൾഡ് ഡിസ്പെപ്റ്റിക്, ലീൻ, ഹംഗ്രി, വിതേർഡ്, ബെൻഡ് ഫോർവേഡ്, പ്രിമച്ചുറേജ്, ഓൾവേസ് സെലക്ടിങ് ഹിസ് ഫുഡ് ആൻഡ് ഡൈജസ്റ്റിംഗ് ഓൾമോസ്റ്റ് നൺ. അപ്പോൾ ഇത് സാധാരണ അറിയപ്പെടുന്ന സംഭവം. ദഹനക്കേട് അയാളൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനത്തെ ഒരു കേസ്. ക്ഷീണിച്ചത്, ശോഷിച്ചത്, ഹംഗ്രി, എപ്പോഴും വിശപ്പ്, ആകെ തളർന്ന അവശനായത്, അവശനായിട്ട് മുന്നിലേക്ക് ഇങ്ങനെ കൂനി നടക്കും. നമ്മൾ വേറെ ചില അവസരങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട്. ബെൻ ഫോർവേഡ്, ലീനിങ് ആയിട്ടൊരു കണ്ടീഷൻ. പ്രിമച്ചുർ ഏജ്, ഉള്ളതിൽ കൂടുതൽ പ്രായം തോന്നിക്കൽ. ഈ എക്സസ് കൊണ്ട് സംഭവിക്കുന്ന, മദ്യത്തിൻ്റെ കാര്യത്തിൽ എക്സസ്, സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിൽ എക്സസ്, ഈ ആങ്കർ, അതേപോലുള്ള പ്രതികരണങ്ങളുടെ കാര്യത്തിൽ എക്സസ്, എല്ലാത്തിലും എക്സസ്സാണ്. അങ്ങനെ എക്സസ് വരാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ ആളാകെ വിധേഡാവും, പ്രിമച്ചർ ഓൾഡ് ഏജസ് ഇതൊക്കെ വരും. ആവേർഷൻ ടു മീറ്റ്, മാംസത്തോട് അനിഷ്ടം. ഇറ്റ് മേക്സ് ഹിം സിക്ക്, മാംസം കഴിച്ച് അയാൾക്ക് പ്രശ്നം വരും. ക്രേവ്സ് പഞ്ചൻറ്റ് ബിറ്റർ തിങ്സ്, ടോണിക്സ്, മോശമായ ചീത്തയായ സാധനങ്ങൾ, എരിവുള്ള സാധനങ്ങൾ, കയ്പുള്ള സാധനങ്ങൾ, ഉത്തേജിപ്പിക്കുന്ന സാധനം, ടോണിക്സ്, ഉത്തേജനം ഉണ്ടാകുന്ന സാധനങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളോടൊക്കെ ഉള്ളൊരു ക്രേവിങ് വരുന്നു. വീക്ക് സ്റ്റൊമക്കാണ്. ആഫ്റ്റർ മീൽസ് പെയിൻ ദ സ്റ്റൊമക്ക്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വയറിൽ വേദന. നോസിയ, റച്ചിങ്, സ്റ്റൊമക്ക് സിങ്സ് ഇൻ, വിതേഴ്സ് ആൻഡ് ലോസസ് ഫ്ലഷ്. അപ്പോൾ സാധാരണ ഛർദിലുണ്ട്, റച്ചിങ് കൊണ്ട് വല്ലാതെ ഓക്കാനം വന്ന് വരിയൊന്നും പോവാതെ ആയാസപ്പെടുന്ന അവസ്ഥയുണ്ട്. വയറാകെ അവശമാകുന്നു, ക്ഷീണിക്കുന്നു, ആൾ ശോഷിക്കുന്നു. ടെൻഡൻസി ടു ടേക്ക് കോൾഡ് ഗെറ്റ്സ് കൊറൈസ, തണുപ്പ് വേഗം തണുപ്പടിക്കും, ശരീരം ക്ഷീണിക്കുന്നുള്ള അവസ്ഥയാണ്. ഒരു ബോഡി ഹീറ്റ് പോയി പെട്ടെന്ന് തണുപ്പടിക്കുന്നു, ജലദോഷം വരുന്നു. കോൾഡ് സെറ്റിൽ ഇൻ നോസ്, ത്രോട്ട്, ചെസ്റ്റ് ആൻഡ് ഇയേഴ്സ്, തണുപ്പടിച്ചിട്ട് മൂക്കിൽ, തൊണ്ടയിൽ, ശ്വാസകോശങ്ങളിൽ, ചെവിയിലൊക്കെ പോയി പ്രശ്നം ഉണ്ടാക്കുന്നു. ടേക്സ് കോൾ ഫ്രം ദ ലീസ്റ്റ് പ്രൊവക്കേഷൻ, ചെറിയൊരു തണുപ്പടിച്ചാൽ മതി. പെർസ്പയർസ് ഈസിലി ആൻഡ് ദ ലീസ്റ്റ് കറണ്ട് ഓഫ് എയർ കോസസ് ഹെഡേക്സ് വിത്ത് കൊറൈസ, പെട്ടെന്ന് വിയർക്കുന്നു, വൈരുദ്ധ്യമുള്ള ലക്ഷണങ്ങളാണ്. പെട്ടെന്ന് വിയർക്കുന്നു, ചെറിയൊരു വായുപ്രവാഹം കൊണ്ട് അയാൾക്ക് തലവേദനയും ജലദോഷവും ഉണ്ടാകുന്നു. അപ്പോൾ വിയർപ്പും ജലദോഷവും എല്ലാം കൂടി വരുന്നൊരു വല്ലാത്തൊരവസ്ഥയാണ്. ഇഫ് ഹീസ് ഇൻ എ ഹീറ്റഡ് റൂം ആൻഡ് ഈസ് ഡിസ്റ്റർബ്ഡ് ഇൻ ഹിസ് ഇക്വിലിബ്രിയം ഹി ഗെറ്റ്സ് എ കൊറൈസ. ചൂട് പിടിപ്പിച്ച മുറിയിൽ, ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിൽ തണുപ്പ് കാലത്ത് ചൂട് പിടിപ്പിച്ച മുറിയിൽ ആ ഒരു ഇക്വിലിബ്രിയം ചെറുതായിട്ടും തെറ്റുകയാണ്. ആ ചൂടും പുറത്ത് തണുപ്പും അകത്തെ ചൂടും തമ്മിലുള്ള ആ ഒരു ഇക്വിലിബ്രിയം ചെറുതായിട്ടും തെറ്റിയാൽ മതി. അയാൾ അത്രക്ക് ഓവർ സെൻസിറ്റീവാണ്, അയാൾക്ക് അപ്പം ജലദോഷം വരും.
തെപ്പ കൊറൈസ ഈസ് ഓൾസോ വേഴ്സ് ഇൻ എ വാം റൂം. അലീസപ്പയുടെ കൊറൈസയും ചൂടുള്ള മുറിയിൽ മോശമാകും. മറ്റ് സ്റ്റഫിംഗ് അപ്പ് ഓഫ് ദി നോസ് ഇൻ ദ ഹൗസ് അറ്റ് നൈറ്റ്. നോസ് ഫീൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് അപ്പ്, particularly outdoors, but fluent indoors. Sensitive to the least draft. ചെറിയൊരു കാറ്റടിച്ചാൽ മതി അതിനോട് സെൻസിറ്റീവ് ആണ്. സ്നീസിങ് കോസ്ഡ് ബൈ ഇച്ചിങ് ഇൻ ദ നോസ്. മൂക്കിൽ ചൊറച്ചിൽ വന്നിട്ട് പിന്നീട് തുമ്മൽ. ദിസ് ഇച്ചിങ് ഗോസ് ടു ദ ത്രോട്ട് ആൻഡ് ട്രാക്കിയ. ഈ തുമ്മൽ, ഈ മൂക്കിലെ ചൊറച്ചിൽ അത് വന്നിട്ട് തൊണ്ടയിലേക്ക് സ്വനപേടകത്തിലേക്കൊക്കെ എത്തും. കോഫ്, ബേണിംഗ് ഇൻ ദ എയർ പാസേജസ് ഓർ ദ മ്യൂക്കസ് മെംബ്രെയിൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഇറിറ്റേഷൻ. അപ്പോൾ ചുമ വന്നിട്ട് ഈ വായുസഞ്ചാരം നടക്കുന്ന എയർ പാസേജസിൽ, ലങ്സിലേക്കുള്ള മൂക്ക് മുതലുള്ള എയർ പാസേജിലൊക്കെ പൊള്ളുന്ന ഫീല്, മ്യൂക്കസ് മെംബ്രെയിൻ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇറിറ്റേഷൻ, നാസൽ ടോൺ ടു വോയിസ്, മൂക്കടഞ്ഞ് വരുന്നൊരു അനുനാസിക ശബ്ദമുണ്ടല്ലോ, മൂക്കിലൂടെ ശബ്ദം ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥ. ലോസ് ഓഫ് വോയിസ്, ശബ്ദം പൂർണ്ണ അടഞ്ഞു പോകുന്നു. സോർ ത്രോട്ട്, ടിക്ലിംഗ് ഓഫ്, തൊണ്ടയിൽ ആകെ സോർനെസ്, തൊണ്ടയിൽ ചൊറച്ചിലുണ്ടായിട്ട് ചുമ വരുന്നു. ഡ്രൈ ടീസിംഗ് ഓഫ് വിത്ത് ഗ്രേറ്റ് സോർനെസ് ഓഫ് ദ ചെസ്റ്റ് ലൈക്ക് ബ്രയോണിയ. ദ ഹെഡ് ഫീൽസ് ആസ് ഇഫ് ഇറ്റ് വുഡ് സ്പ്ലിറ്റ്. ചെസ്റ്റിൽ വല്ലാത്തൊരു സോർനെസ്സോടുകൂടിയുള്ള ടീസിംഗ് കോഫ്, ഡ്രൈ കോഫ്. അത് ബ്രയോണിയുടെ സാദൃശ്യമുണ്ട്. തല പൊളിഞ്ഞു പോകും എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു അവസ്ഥ. കൊറൈസ ഗോസ് ടു ദ ചെസ്റ്റ്. ജലദോഷം പിടിച്ച് മൂക്കിൽ തുടങ്ങി ശ്വാസകോശത്തിൽ അവസാനിക്കുന്നു. ഗ്രിപ്പെ വിത്ത് ഫീവർ ആൻഡ് ബോൺ പെയിൻസ്. ഗ്രിപ്പെ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസൊക്കെ ഉള്ളൊരു പഴയ പേരാണ് ഗ്രിപ്പെ. ഇൻഫ്ലുവൻസ പനിയോടുകൂടി വരുന്നു. ബോൺ പെയിൻസ്, അസ്ഥികളിൽ വേദന വരുന്നു. അപ്പോൾ ഇങ്ങനെ അസ്ഥികളിൽ വേദന വരുന്ന ചില അവസ്ഥകൾ ഇപ്പോഴും ഉണ്ട്. അതിൽ ചില ടിപ്പിക്കൽ മരുന്നുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും നക്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നക്സിൻ്റെ ജനറാലിറ്റീസ് ആണെങ്കിൽ നക്സാണ് ഈ ബോൺ പെയിനും വരുന്നത്. മസ്റ്റ് പൈലോൺ ക്ലോത്തിങ്. തണുപ്പടിച്ചിട്ട് മേൽവസ്ത്രങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. ദ ഓൺലി റിലീഫ് ഈസ് ബൈ കീപ്പിംഗ് അൺയൂഷ്വലി ഹോട്ട്. അസാധാരണമായിട്ടുള്ള ചൂട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം ആശ്വാസം. അതാണ് നക്സിൻ്റെ ഒരു ടിപ്പിക്കൽ അവസ്ഥ. യെറ്റ് എ വാം റൂം അഗ്രവേറ്റ്സ് ദ കൊറൈസ ബിഫോർ ദ ഫീവർ കംസ് ഓൺ. പനി വരുന്നതിന് മുൻപ് ചൂടുള്ള മുറി ജലദോഷത്തെ വർദ്ധിപ്പിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ്. ബട്ട് ആഫ്റ്റർ ദ ഫീവർ കംസ് ഓൺ ഹി മസ്റ്റ് ഹാവ് ഹീറ്റ്. പക്ഷെ പനി വന്ന ശേഷമാണെങ്കിൽ അയാൾക്ക് ചൂട് വേണം. അഗ്രവേറ്റ് ഈവൻ ഫ്രം ദ മൂവ്മെൻറ്റ് ഓഫ് എയർ അണ്ടർ ദ ബെഡ് ക്ലോത്ത്സ്. അപ്പോൾ ഈ കിടക്കയിൽ തുണികൾക്കുള്ളിൽ പുറക്കുകയാണെങ്കിൽ അതിനുള്ളിലുള്ള എയർ പാസേജസ് പോലും അയാൾക്ക് പ്രശ്നമാകുന്നു. അയാൾക്ക് രോഗാവസ്ഥകൾ വർദ്ധിപ്പിക്കുന്നു. അത്രയ്ക്ക് സെൻസിറ്റീവാണ്. ലിഫ്റ്റിംഗ് ദ കവേഴ്സ് അഗ്രവേറ്റ് ദ പെയിൻസ്, കോഫ് എക്സെട്ര. ഈ കവറ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ വേദന, എല്ലാ പ്രശ്നങ്ങളും, ചുമ എല്ലാം വർദ്ധിക്കും. ഷാർപ്പ് ഫീവർ ആൻഡ് സ്വെറ്റ് ഓർ എ ഹോട്ട് സ്വെറ്റ് ലൈക്ക് ഒപ്പിയം. അപ്പോൾ വല്ലാത്ത പനി, ഒപ്പിയത്തെ പോലെ ചൂടുള്ള വിയർപ്പ് ഒപ്പിയത്തിനോടുള്ള സാദൃശ്യം. പക്ഷെ ഒപ്പിയത്തിൻ്റെ ഒരു വ്യത്യാസം പറയുന്നു, ബ്രാക്കറ്റ് പറയുന്നുണ്ട്. ബട്ട് ഒപ്പിയം ഇൻ എ ഹോട്ട് സ്വെറ്റ് വാണ്ട്സ് ദ കവേഴ്സ് ഓഫ്. ചൂടുള്ള വിയർപ്പുള്ളപ്പോൾ ഒപ്പിയത്തിനാണെങ്കിൽ ഈ പുതപ്പും മേൽവസ്ത്രങ്ങളൊക്കെ മാറ്റണം. പക്ഷേ നക്സിൻ്റെ കാര്യത്തിൽ കനോട്ട് റൈസ് ദ കവേഴ്സ്. പുതപ്പ് മാറ്റാൻ പറ്റില്ല. സാദൃശ്യമുണ്ട്. ചൂടുള്ള വിയർപ്പിൻ്റെ കാര്യത്തിൽ ഒപ്പിയവും നക്സും സാദൃശ്യമുണ്ട്. പക്ഷെ ഒപ്പിയത്തിന് അത് വരുമ്പോൾ കവറിങ് മാറ്റണം, നക്സിന് മാറ്റാൻ പറ്റില്ല. ചിൽസ് ആൻഡ് ഫീവർ, ഹീറ്റ് ആൻഡ് സ്വെറ്റ് ഇന്റർമിംഗിൾഡ്. പനിയും കുളിരും എല്ലാം മാറി മാറി വരും. ചൂടും തണുപ്പും മാറി മാറി വരും. ഇൻ ചിൽസ് ദ ഫിംഗേഴ്സ് ആൻഡ് ഹാൻഡ്സ് ആർ കോൾഡ് ആൻഡ് പേർപ്പിൾ, കോൾഡ് ഫ്രം ഹെഡ് ടു ഫുട്ട്. അപ്പോൾ ഈ കുളിരും പനിയും വരാൻ നേരത്ത് വിരലുകളും കയ്യുമൊക്കെ തണുത്ത് മരവിക്കും. അതിന് പർപ്പിൾ ഡിസ്കളറേഷൻ വരും, പർപ്പിൾ കളർ വരും. കോൾഡ് ഫ്രം ഹെഡ് ടു ഫുട്ട്, തല മുതൽ കാല് വരെ തണുത്ത അവസ്ഥ. ദ ചിൽ ബിഗിൻസ് ഇൻ ദ എക്സ്ട്രീമിറ്റീസ് ഓർ ബാക്ക് ആൻഡ് എക്സ്റ്റൻസ് ഓവർ ദ ഓൾ ബോഡി ആൻഡ് ദ പേഷ്യൻറ്റ് മസ്റ്റ് ബി കവേർഡ് അപ്പ്. അപ്പോൾ
ഈ തണുപ്പ് കുളിര് തുടങ്ങുന്നത് കൈകാലുകളിലോ മുതുകിലോ നിന്നും തുടങ്ങും, അത് ശരീരം മുഴുവൻ പടരും. അങ്ങനെ വരുമ്പോൾ ആ പേഷ്യൻറ്റിനെ ശരിക്കും മൂടി പതപ്പിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ഈ പർപ്പിൾ ഡിസ്കളറേഷൻ പറഞ്ഞല്ലോ, ഫിംഗേഴ്സും ഹാൻഡ്സും തണുപ്പിടിക്കുന്നു, അത് പർപ്പിളാവുന്നു. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു രോഗിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, തൈറോയ്ഡ് ക്യാൻസർ വന്നൊരു രോഗിയുടെ, അവർക്ക് നക്സ് കൊടുത്ത് സുഖപ്പെടുന്നു പറഞ്ഞു. അവർക്കൊരു മകളുണ്ടായിരുന്നു. ആ മകള് ഒരു 25 വയസ്സായ സമയത്ത്, നേരത്തെ പറഞ്ഞ കേസ് കഴിഞ്ഞ സമയമാണ്, ആ മകൾക്ക് ഈ പറഞ്ഞ പോലെ തണുപ്പിനോട് വല്ലാത്ത സെൻസിറ്റിവിറ്റി, ഈ കൈവിരലൊക്കെ നീലിച്ചു പോകുന്ന പറഞ്ഞു, ഈ പർപ്പിൾ കളർ തന്നെ ആ ഒരവസ്ഥ. കുറേ ചികിത്സകളൊക്കെ ചെയ്തു. അപ്പോൾ എന്നോട് സാന്ദർഭികമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് കേസെടുത്ത് പോയി. അപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു നക്സിൻ്റെ ഹിസ്റ്ററി എനിക്കറിയാം. കേസ് നോക്കിയപ്പോൾ മകൾക്കും അത് തന്നെ അവസ്ഥ, നക്സ് കേസ് തന്നെയാണ്. അവർക്കും ഒരു ഡോസ് നക്സ് കൊടുത്തു, ആ പ്രശ്നം മാറിപ്പോയി. ഇന്നും അവർക്ക് യാതൊരു കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ബ്ലൂഷ് ഡിസ്കളറേഷൻ പിന്നെ അവർക്ക് വന്നിട്ടില്ല. വളരെ തണുത്ത സ്ഥലങ്ങളിലൊക്കെ അവർ താമസിച്ചിട്ടുണ്ട്, യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഷോർട്ട്ലി ദർ ഇസ് എ റിയാക്ഷൻ ആൻഡ് ഹീറ്റ് ആൻഡ് സ്വെറ്റ് കംസ് ഓൺ. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഒരു റിയാക്ഷൻ ഉണ്ടായിട്ട് ചൂടും വിയർപ്പും വരും. ബട്ട് ഹി മസ്റ്റ് ബി കവേർഡ് ത്രൂ ഓൾ ദ സ്റ്റേജസ്. അപ്പോൾ ഈ റിയാക്ഷൻ വന്നിട്ട് ചൂടും വിയർപ്പൊക്കെ വന്നാൽ പോലും ഈ കവറിങ് മാറ്റാൻ പറ്റില്ല. നക്സിൻ്റെ പർട്ടിക്കുലർ അവസ്ഥയാണത്, കവറിങ് മാറ്റാൻ പറ്റില്ല. ഈ ഭാഗത്തൊക്കെ ഞാൻ അന്ന് അടിവരയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന അമ്മയുടെയും മകളുടെയും കേസിന് വേണ്ടിയിട്ട് ഞാനത് സ്റ്റഡി ചെയ്ത് നക്സ് റിപ്പർട്ടറൈസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ ശേഷം അത് റീഅഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുസ്തകം വായിച്ച സമയത്ത് ഞാൻ അണ്ടർലൈൻ ചെയ്തത് ഇപ്പോഴെനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഒക്കെ കൃത്യമായിട്ട് ആ കേസിൽ എനിക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഉണ്ടോ, ദർ ഇസ് എ റിയാക്ഷൻ. ആ റിയാക്ഷൻ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ചൂടും വിയർപ്പും തിരിച്ചു വരും. പക്ഷെ ആ ഒരവസ്ഥയിലും പേഷ്യൻറ്റിന് ഈ ഒരു സ്റ്റേജിലെല്ലാം പേഷ്യൻറ്റിന് കവറിങ് വേണം. കവറിങ് വേണ്ടാത്ത അവസ്ഥ ഒപ്പിയത്തിലുണ്ട്. തേഴ്സ്റ്റ് ഈസ് നോട്ട് എ മാർക്ക്ഡ് ഫീച്ചർ. ദാഹം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയ ഒരു അവസ്ഥയല്ല നക്സിൽ. സംടൈംസ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ഹീറ്റ്. ചിലപ്പോൾ ഈ ചൂടുള്ള സമയത്തും ദാഹം ഉണ്ടാകാം. ടെൻഡൻസി ജോണ്ടീസ് ഇൻ ഓൾ ദ ഫെബ്രൈൽ സ്റ്റേറ്റ്സ്. ഈ ഫെബ്രൈൽ കണ്ടീഷൻ, പനിയും പിച്ചുംപേയും ഇതൊക്കെ വരുന്ന അവസ്ഥകളിൽ ഒക്കെ ഒരു മഞ്ഞപ്പിത്തം വരാനുള്ള ഒരു പ്രവണതയും ഈ പേഷ്യൻറ്റിൽ നക്സിലുണ്ട്. സ്ക്ലറോസിസ് ബിക്കംസ് യെല്ലോ. ശരീരത്തിൽ കല്ലിച്ചുണ്ടായ ഭാഗങ്ങളിലൊക്കെ മഞ്ഞ നിറം വരും. സ്കിൻ ബിക്കംസ് വെരി യെല്ലോ. തൊലിയിൽ പൊതുവെ ഒരു മഞ്ഞ നിറമാറ്റം വരും. ഓൾഡ് ഇന്റർമിറ്റൻസ് വിത്ത് യെല്ലോ സ്കിൻ. ഇന്റർമിറ്റൻറ്റ് ഫീവർ വരുന്ന പഴയ കേസുകളിലൊക്കെ മഞ്ഞച്ച തൊലി. റൺസ് കോസ്റ്റ് ബ്രയോണിയ ഇൻ അബ്ഡോമിനൽ കംപ്ലൈൻസ് വിത്ത് ജോണ്ടൈൻസ്. അടിവയറ്റിലെ പ്രശ്നങ്ങൾ, മഞ്ഞപ്പിത്തത്തോടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഈ നക്സും ബ്രയോണിയുമായിട്ട് വളരെ അടുത്ത സാമ്യമുണ്ട്. നെക്സ്റ്റ്, സഫേഴ്സ് ഫ്രം എ ഡിസോർഡേഡ് സ്റ്റൊമക്ക്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, നേരത്തെ പറഞ്ഞിട്ടുള്ളത്. എ സ്റ്റാസിസ് ഓഫ് ദ പോർട്ടൽ സിസ്റ്റം ഈസ് പ്രസൻറ്റ്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. രക്തചംക്രമണ വ്യവസ്ഥ, സൂക്ഷ്മമായ ഞരമ്പുകളിലൂടെയുള്ള രക്തചംക്രമണ വ്യവസ്ഥ ഒരു നിശ്ചലമായ അവസ്ഥയിലേക്ക്, ഒരു സ്റ്റാറ്റിക് കണ്ടീഷനിലേക്ക് വരുന്നു. പോർട്ടൽ കഞ്ചഷൻ, സ്റ്റാസിസ് ഇൻ ദ ഹെമറോയിഡൽ വെയിൻസ് വിത്ത് ഹെമറോയിഡ്സ്, കോൺസ്റ്റിപ്പേഷൻ, ഡിസെൻട്രി. മൊത്തം ഈ ഒരു രക്തചംക്രമണ വ്യവസ്ഥയിൽ ഹെമറോയിഡ്സിനോടുകൂടി ചേർന്ന്, ഹെമറോയിഡ്സുമായിട്ട് ചേർന്ന് ഒരു സ്റ്റാസിസ്, ഒരു നിശ്ചലാവസ്ഥ, രക്തചംക്രത്തിന് നിശ്ചലാവസ്ഥ വരുന്നു. കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ഡിസെൻട്രിയും ഉണ്ട്. പാരലിസിസ് ഓഫ് ദ റെക്ടം, മലദ്വാരത്തിൻ്റെ ആ ഒരു പേശികളിലെ ചലനങ്ങളിൽ ഒരു നിഷ്ക്രിയത്വം വരുന്നു. സ്റ്റൊമക് സിംറ്റംസ് ലൈക്ക് പൾസാറ്റില വേഴ്സ് ഇൻ ദ മോർണിംഗ്. സ്റ്റൊമക്കിൻ്റെ അവസ്ഥ പൾസാറ്റിലയുടെ അവസ്ഥയുമായിട്ട് സാമ്യമുണ്ട്. രാവിലെ മോശമാകുന്നു. ഫോൾ മൗത്ത് ഇൻ ദ മോർണിംഗ് ഓൾസോ ലൈക്ക് പൾസാറ്റില. പൾസാറ്റില നമ്മൾ കേട്ടാണ് വായു ദുർഗന്ധം.
അതും നക്സുമായിട്ട് സാദൃശ്യം. ബേസ്റ്റിംഗ് സെൻസേഷൻ ദ ഹെഡ് ആസ് ഇഫ് എ സ്റ്റോൺ ക്രഷ് ദ വെർട്ടെക്സ് ആഫ്റ്റർ ഡിസോർഡേഡ് സ്റ്റൊമക്ക്. ഈ വയറ്റിലെ ക്രമരാഹിത്യങ്ങൾ വന്നു കഴിയുമ്പോൾ തലയുടെ ഉച്ചിയിൽ ഒരു കല്ല് വെച്ച് പൊട്ടിച്ചാലുന്ന പോലെ ഒരു സെൻസേഷൻ, പൊട്ടിത്തെറിക്കുന്ന സെൻസേഷൻ, കല്ല് പൊട്ടിത്തെറിക്കുന്ന ഒരു സെൻസേഷൻ തലയുടെ ഉച്ചിയിൽ. അതെങ്ങനെയാണ്? ഡിസോർഡർ സ്റ്റൊമക്കുമായിട്ട് അവിടെ ചേർന്ന് ആ ഒരു അവസ്ഥ കഴിയുമ്പോൾ. അങ്ങനെ സ്റ്റൊമക്കിൻ്റെ ഡിസോർഡർ കണ്ടീഷൻ നക്സിൽ എല്ലാവർക്കും അറിയാമെന്ന് പറയുന്ന, പക്ഷേ അതിൻ്റെ സവിശേഷമായ ചെറിയ അവസ്ഥാന്തരങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് കെൻഡ് വരച്ചിടുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. വളരെ സങ്കീർണമായ പല അവസ്ഥകളിലും മാറാരോഗങ്ങളെന്ന് പറയുന്ന അവസ്ഥകളൊക്കെ ഈ നക്സ് കൊണ്ട് വളരെ എളുപ്പത്തിൽ മാറും, കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇതുവരെ വളരെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും നമ്മൾ കേട്ടു. നക്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ഭാഗം നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.